അപ്പോൾ ബ്രേക്ക് കാല് വന്നല്ലോ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടത്തെ കാല് ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ ഇതുകൊണ്ട് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി. അപ്പോൾ നമുക്ക് ആ ക്ലച്ചിൽ എത്രത്തോളം ചവിട്ടുന്നുണ്ടെന്ന് അറിയാം. ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചു. എന്നിട്ടാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാല് യൂസ് ചെയ്ത ആ മെത്തേഡുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് എടുക്കണം. ഇതേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രേക്ക് പതിയെ താഴോട്ട് അമരുന്നതറിയാം, അതായത് സ്റ്റാർട്ട് ആയതിനു ശേഷം. അപ്പോഴാണ് വാഹനത്തിന്റെ ആ പവർ ബ്രേക്ക് സംവിധാനം പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആകും എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രേക്ക് പ്രോപ്പറായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? എന്റെ ഒരു കൈ സ്റ്റിയറിംഗിന്റെ ഇത് ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു. എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ഏതൊരു ഡ്രൈവർ ആണെങ്കിലും ആദ്യം നോക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് ന്യൂട്രാകും ഇതുപോലെ. എന്നിട്ട് ന്യൂട്രാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യും? ഫസ്റ്റ് ഗിയർ കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് ന്യൂട്രാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൈ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർത്തിട്ട് മേളിലേക്ക് ഇടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ ഒരു കാരണവശാലും തെറ്റത്തില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൈ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ കൈ വീണ്ടും ഹാൻഡ് ബ്രേക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇപ്പോൾ വലതാണ് കിടക്കുന്നത്. അപ്പൊ ഇടത് സൈഡിലേക്ക് എടുക്കണം. അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആക്കണം, ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആക്കണം, ഇനി ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷന്റെ കൺട്രോളിംഗ് കറക്റ്റ് ആക്കണം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിന്ന് കാലെടുക്കുക നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാലൊന്ന് ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനം പതിയെ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വണ്ടി ഡയറക്റ്റ് എടുത്തു പോകരുത്. ആ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ആ പോയിന്റിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ മുന്നോട്ടൊന്ന് കൊടുക്കുന്നു. മുന്നോട്ടൊന്ന് കൊടുത്തോണ്ട് ഈ മനസ്സിലാക്കിയ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? വണ്ടി ക്ലച്ച് ഒന്ന് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തണം. നമ്മൾ ആദ്യം ഡയറക്റ്റ് ഓടിച്ചു പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. വണ്ടി എടുക്കുകയും വണ്ടി നിർത്തുകയും ചെയ്യണം. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറി കിട്ടും. ഓക്കെ, എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. ആ വിറയൽ പോയിന്റ് നമ്മൾ ക്ലച്ച് അയച്ചൊന്ന് കണ്ടുപിടിച്ച് ബാലൻസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കണം. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ പവർ നമുക്ക് വീലുകളിലേക്ക് ചെന്ന് വീല് റൺ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി ഇതുപോലെ സുഖകരമായിട്ട് എടുക്കാൻ കഴിയും.